നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാൻ സാധ്യത കൂടുതൽ. പാർട്ടിക്കുള്ളിലെ തലയെടുപ്പുള്ള വനിതാ നേതാവാണ് ശോഭ. മാത്രമല്ല, മത്സരിച്ച ഇടങ്ങളിലെല്ലാം തൻ്റെതായ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ കേന്ദ്രത്തെ അറിയിക്കുന്ന കാര്യത്തിലും ശോഭയുടെ പങ്ക് ചെറുതല്ല. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ശോഭ കേന്ദ്ര നേതൃത്വത്തിന് എന്നും പ്രിയപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെ അധ്യക്ഷ പദവിയെക്കുറിച്ച് ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ശോഭയുടെ പേര് മുന്നിലെത്തിയത്. ഇതോടൊപ്പം പരിഗണിക്കുന്ന മറ്റൊരു പേരാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ പ്രവൃത്തി മണ്ഡലം തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ടേം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രന് ഒരു അവസരം കൂടി നൽകണമെന്ന് സുരേന്ദ്രപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനുള്ള സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ സംഘടന പരിപാടികളിൽ സജീവമാവുകയാണ്. എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം. മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി.ജെ.പി. നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്ന പരിഗണന. സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖറിനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുണ്ട്. അതേസമയം ബി.ജെ.പി. പുനഃസംഘടനയിൽ പ്രതികരണവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി. ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പില്ല, സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പില്ല എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. സമവായത്തിലൂടെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കും. ജില്ലാ അധ്യക്ഷന്മാരെ 27-ന് പ്രഖ്യാപിക്കും. മഹിളകൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുൾപ്പെടെ ജില്ലാ അധ്യക്ഷന്മാരുണ്ടാകും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മഹിളയെ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് അത് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കുമെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. ചായ കുടിച്ചത് കൊണ്ട് വൈസ് ചാൻസലർമാരെ തിരികെ കയറ്റാമെന്ന് ആരും കരുതണ്ട എന്നാണ് സുരേന്ദ്രന്റെ പക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയന് അഴിമതി ആരോപണങ്ങൾ നൽകുന്ന ലജ്ജാകരമായ മറുപടികളാണ്. ബ്ലൂബെറി, പി കിറ്റ് എന്നിവയിൽ യാതൊരു ലജ്ജയുമില്ലാതെ അഴിമതിയെ ന്യായീകരിക്കുന്നു. പി കിറ്റ് അഴിമതി മനസാക്ഷിയില്ലാത്തതാണ്. CAG റിപ്പോർട്ട് പുറത്തുവിട്ടതിനേക്കാൾ വലിയ കൊള്ള നടന്നിട്ടുണ്ടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.